കൊല്ലം തിരുമംഗലം NH 744 എന്ന ദേശീയപാതയിലൂടെയുള്ള സഞ്ചാരവേളയിൽ ക്യാമറ കണ്ണുകളിൽ പകർത്തിയ നയനമനോഹരമായ ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. കേരളം തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ചെങ്കോട്ട കൊല്ലം ഈ ദേശീയപാത. ഇതുവഴി കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടുകൾ ഇരു സംസ്ഥാനങ്ങളിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഉള്ള ചരക്കുകൾ ഇരു സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതും ഈ പാതയിലൂടെയാണ്. ഇതുവഴി നിരവധി ട്രക്കുകളാണ് നിത്യവും കടന്നു പോകുന്നത്. പുഴകളും മലകളും വനങ്ങളും ഒക്കെ നിറഞ്ഞ പ്രകൃതി രമണീയത വാർന്നൊഴുകുന്ന കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലൂടെ ഉള്ള സഞ്ചാരം ഏതൊരു വ്യക്തിയുടെ മനസ്സിനും കുളിര് പകരും. ഉറുകുന്നു, ഇടമൺ, കഴുതുരുട്ടി, തെന്മല, ആര്യങ്കാവ് എന്നീ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ഈ പാതയുടെ വശങ്ങളിലായി രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും നിർമ്മിതമായ നിരവധി കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണാൻ വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. പാലരുവി, വെള്ളച്ചാട്ടം, തെന്മല ഡാം, ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം, അങ്ങനെ തുടങ്ങി ചരിത്ര പ്രസിദ്ധമായ നിരവധി നല്ല നല്ല കാഴ്ചകൾ ഈ പാതയിലൂടെ ഉള്ള സഞ്ചാരവേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും ഒക്കെ ചരക്കുകൾ നീക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ചെങ്കോട്ട കൊല്ലം ദേശീയ പാത. ഈ കാണുന്നതാണ് 13 കണ്ണറപ്പാലം. കൊല്ലം തെന്മലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന 13 കണ്ണറപ്പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ പാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ഏതാണ്ട് 100 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന 13 കരിങ്കൽ തൂണുകളുടെ മധ്യഭാഗം ആർച്ചുകളുടെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഈ പാലത്തിന് മുകളിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത കടന്ന് പോകുന്നത്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള റെയിൽവേ പാലങ്ങളിൽ ഒന്നാണ് ഈ 13 കണ്ണറപ്പാലം. ഈ പാലം കാണുവാനായി നിരവധി പേർ ഇവിടെ നിത്യവും എത്തിച്ചേരുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ വഴിവക്കിൽ കണ്ട പനം കരിക്ക് കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പനംകരിക്ക് വാങ്ങി ഞാനും എൻ്റെ സുഹൃത്ത് രാജേഷും കഴിച്ചു. ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 300 രൂപ ചെലവഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ആവശ്യത്തിന് പനംകരിക്കും അതിൻ്റെ വെള്ളവും കുടിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ ചെങ്കോട്ടയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രധാന നഗരമാണ് ചെങ്കോട്ട. കുന്നൂരിൽ നിന്നും ഏതാണ്ട് 30ഓളം കിലോമീറ്റർ ഈ സ്ഥലത്തേക്ക് ദൂരമുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ NH 744 ചെങ്കോട്ടയ്ക്കും പുളിയറയ്ക്കും ഇടയിലുള്ള അപകടകരമായ ഒരു വളവാണ് എസ് വളവ്. ആ എസ് വളവിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന അതിർത്തി പ്രദേശമാണ് ഈ എസ് വളവ്. ഇവിടെയാണ് കേരളവും തമിഴ്നാടും വേർതിരിക്കപ്പെടുന്നത്. ചെങ്കോട്ടയിലേക്ക് കേരളത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈ എസ് വളവിലൂടെയാണ് കടന്ന് പോകുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ എസ് വളവിലൂടെ കടന്ന് കുത്തനെയുള്ള കയറ്റം കയറി വേണം ലക്ഷ്യത്തിലേക്ക് പോകുവാൻ. ഏതാണ്ട് രാജഭരണകാലത്ത് നിർമ്മിതമായ ഈ എസ് വളവ് ഇന്നും അതേപടി തുടരുന്നുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലമ്പാതകളിലെ ഈ എസ് വളവ് വളരെ അപകടം നിറഞ്ഞതാണ്. ജാഗ്രതയോട് വേണം ഇതുവഴിയുള്ള ഡ്രൈവിംഗ്. വളരെ ഭാരമുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ ഓവർലോഡുമായി വരുന്ന വാഹനങ്ങളൊക്കെ
വളരെ ബുദ്ധിമുട്ടിയാണ് ഈ എസ് വളവിലൂടെ കയറ്റം കയറി കേരളത്തിലേക്ക് എത്തുന്നത്. ഏതാണ്ട് വളരെ സാഹസിക നിറഞ്ഞ ഒരു ഡ്രൈവിംഗ് ആണ് ഇതുവഴി കാഴ്ചവെക്കേണ്ടത്. നിരവധി വാഹനങ്ങളാണ് നിത്യവും കേരളത്തിലേക്കും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും ഇതുവഴി കടന്നു പോകുന്നത്. നയനമനോഹരമായ ഒരു പാത കൂടിയാണ് ഇത്. ഇവിടെ നിന്ന് ചെങ്കോട്ടയിലേക്ക് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരമുണ്ട്. മലനിരകളും അതുപോലെ തന്നെ അരുവികളും വനങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം ഏതൊരു വ്യക്തിയെയും വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നതിന് പ്രേരിതമാകും. കാരണം അത്രയേറെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ ശോചനീയാവസ്ഥ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. റോഡ് പല ഭാഗങ്ങളും പൊളിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും അഗാധമായ ഗർത്തങ്ങൾ ഉള്ളതിനാൽ ഇതുവഴി വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോട് വേണം. കാരണം ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ വാഹനങ്ങൾ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണുന്നവർ ഇവിടെ നേരിട്ട് വന്ന് ഈ കാഴ്ചകൾ കാണുവാൻ മുതിരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.